കറുപ്പും വെളുപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം നമ്മുടെ ചെക്കന്മാർക്കൊക്കെ എന്ത് പറ്റിയെന്നുള്ളതാണ്. ഈ ടോപ്പിക്ക് വളരെ ബോധപൂർവം എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 20 വർഷത്തോളമായി പല വേദികളിലും ഞാൻ ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ ആൺകുട്ടികൾ പുറകോട്ട് പോകുന്നതിനെ പറ്റി, അവര് ഇൻട്രോവേർട്ട് ആവുന്നതിനെ പറ്റി, അവരുടെ പ്രൊഡക്ടിവിറ്റി ഇല്ലാത്തതിനെ പറ്റി. എന്തായാലും അന്നൊന്നും നമ്മളിൽ ഇങ്ങനെ സംവദിക്കാനുള്ള ഒരു ചാനൽ ഇല്ലായിരുന്നു. ഇപ്പൊ ചാനല് നമ്മൾ തുടങ്ങിയതിന് ശേഷം എന്റെ മുന്നിൽ വന്ന വളരെ ഞെട്ടിക്കുന്ന 2 പത്ര റിപ്പോർട്ടുകളാണ് ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്നതിന് ആധാരം. ഒന്ന് മനോരമയിൽ വന്ന ഒരു റിപ്പോർട്ടാണ്. ഇന്ത്യയിൽ IAS കിട്ടിയ ആദ്യത്തെ 100 പേരിൽ 5 മലയാളികളുണ്ട്. നല്ല കാര്യം. പക്ഷെ ആ 5-ൽ 5ഉം പെൺകുട്ടികളാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം. ഇപ്പൊ ഞാൻ വിചാരിച്ചു അത് സ്വാഭാവികമായിട്ടും പെൺകുട്ടികൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടായിരിക്കും. മത്സര പരീക്ഷയിൽ പെൺകുട്ടികൾ പ്രിപ്പയർ ആയി തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ഇന്നത്തെ പത്രത്തില് ICICയിലെ ആദ്യത്തെ റാങ്ക് കിട്ടിയ 8 കുട്ടികളെ പടമാണ്. അതിൽ 8ഉം പെൺകുട്ടികൾ തന്നെയാണ്. ഇത് യാദൃച്ഛികമായിട്ട് സംഭവിച്ചാൽ 80കളില് മെഡിസിന് എൻട്രൻസ് പരീക്ഷ വെച്ചപ്പോഴത്തേക്ക്, എഞ്ചിനീയറിംഗിന് എൻട്രൻസ് പരീക്ഷ വെച്ചപ്പോഴത്തേക്ക് അന്നൊക്കെ റാങ്കില് ആദ്യത്തെ റാങ്കുകളിൽ വരുന്നത് പെൺകുട്ടികളാണ്. SSLC ആയാലും പ്ലസ് ടു ആയാലും അന്നത്തെ പ്രീ ഡിഗ്രി ആയാലും ഫസ്റ്റ് റാങ്കുകളെല്ലാം വരുന്നത് പെൺകുട്ടികളാണ്. സ്കൂൾ അക്കാഡമിക് റാങ്ക് വരുന്നതെല്ലാം പെൺകുട്ടികളാണ്. അത് കഴിഞ്ഞ് ഇത് എൻട്രൻസിന്റെ റാങ്ക് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം ആൺകുട്ടികളിലോട്ട് പോകും. അപ്പൊ ആദ്യത്തെ 10ൽ പെൺകുട്ടികളൊന്നും ഉണ്ടാവാറില്ലായിരുന്നു. ഞാൻ 80-85 കാലഘട്ടങ്ങളാണ് പറയുന്നത്. അപ്പോൾ അന്ന് ഈ പെൺകുട്ടികളൊക്കെ നമ്മൾ കളിയാക്കി. നിങ്ങളൊക്കെ കാണാപ്പാടം പഠിച്ച് റാങ്ക് വാങ്ങിക്കുന്നതാണ്, ഞങ്ങൾ ആൺകുട്ടികളും മിടുക്കന്മാരാണ്, ഞങ്ങൾ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ എൻട്രൻസിന്റെ റാങ്ക് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ആ കാലവും കഴിഞ്ഞു പോയി. ഇപ്പൊ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നത് സ്കൂളിലെ ടോപ്പേഴ്സിന്റെ ഇടയിലും പെൺകുട്ടികളാണ്, എൻട്രൻസിന്റെ റാങ്കിന്റെ ഇടയിലും പെൺകുട്ടികളാണ്. ഇപ്പോ എൻട്രൻസ് ഒക്കെ കഴിഞ്ഞു. അന്ന് കേരളത്തിൽ IAS ഒരു തരംഗമല്ലായിരുന്നു. 90കളിൽ വരെ IAS കേരളത്തിൽ ഒരു തരംഗമല്ലായിരുന്നു. ആരും IASന് വേണ്ടി പഠിക്കുന്നവരില്ലായിരുന്നു. ചിലർക്കൊക്കെ കിട്ടിയാൽ കിട്ടി, പഠിച്ചാൽ പഠിച്ചു, എഴുതി അങ്ങനെയൊക്കെയുള്ള. ഇപ്പം IASന് വേണ്ടിയിട്ട് പഠിക്കുന്ന കുട്ടികളാണ് എന്റെ നാലുപാടുമുള്ള അത്രയും കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് തിരുവനന്തപുരത്ത് വന്നു നിന്ന് IASന് പഠിക്കുന്ന കുട്ടികളാണ്. അതിൽ 90% പെൺകുട്ടികളാണ്. ഇപ്പൊ അവര് ശ്രമിക്കുന്നുണ്ട്, അവർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഒരു സമയത്ത് ജെൻഡർ ഈക്വൽനെസ്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് പെൺകുട്ടികൾക്ക് ആൺകുട്ടികളുടെ ഒപ്പമുള്ള അവസരം വേണമെന്നുള്ളത്. ഇപ്പൊ പെൺകുട്ടികൾ ആൺകുട്ടികൾ ഒപ്പമുള്ള അവസരവും കഴിഞ്ഞ് അവരെ ഒരുപാട് കാലം പുറകിലോട്ടുമാക്കി ഈ പെൺകുട്ടികൾ ഒരുപാട് കാലം മുന്നോട്ടും പോകുന്നു. എനിക്ക് അതിനകത്ത് സന്തോഷമുണ്ട്. ഞാൻ അവിടെ ഒരു ജെൻഡറായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ബയാസിംഗ് ഒന്നുമില്ല. ആൺകുട്ടികൾ, എനിക്ക് 2 ആൺകുട്ടികളും ഉണ്ട്, 2 പെൺകുട്ടികളും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ജെൻഡർ ബയാസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവേണ്ട കാര്യമില്ല. പ്രധാനമന്ത്രി പെൺകുട്ടികളെ പഠിത്തത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സ്കീമുകൾ അവർ ആവിഷ്കരിക്കുന്ന ഒരു സംവിധാനം നമുക്ക് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പെൺകുട്ടികളെ മുഖ്യധാരയിൽ കൊണ്ടുവരാനായിരുന്നു നമുക്ക് അന്ന് നമ്മൾ പാടുപെട്ടുന്നത്. ഇപ്പോ ഒരുപാട് മുഖ്യധാരയിൽ ഒരുപാട് മുൻപോട്ട് പോയ പെൺകുട്ടികളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ വിഷയം വരുന്നത് അവസരങ്ങളുടേതല്ല. 30 വയസ്സ് വരെ ആൺകുട്ടികൾ ഒരു ജോലിയും ചെയ്യാതെ പഠിച്ചു നടക്കുന്ന ഒരു സമയം ഞാൻ കാണുന്നുണ്ട്. 30 വയസ്സോളം ആയ പലരെയും ഞാൻ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? PSCക്ക് പഠിക്കുന്നു. PSCക്ക് എന്തെങ്കിലും പഠിക്കാനുള്ളതായിട്ട് എനിക്ക് പ്രത്യേകിച്ച് തോന്നിയിട്ടില്ല. നമ്മൾ സാധാരണ പഠിക്കുന്ന കരിക്കുലത്തിലുള്ള സാധനങ്ങൾ തന്നെയാണ് PSCയിൽ ചോദിക്കുന്നത്. അഡീഷണൽ ആയിട്ട് ചോദിക്കുന്നത് GK ചോദിക്കും. അത് കൂടുതലും GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നത് സ്വാഭാവികമായിട്ടും പത്രങ്ങളിലും വാരികകളിലും മറ്റും വരുന്ന കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നവർക്ക് പഠിക്കാൻ പറ്റിയ കാര്യങ്ങളാണ് GKയും കറണ്ട് അഫയേഴ്സ്. ഇവരെന്തിനാണ് PSCക്ക് പഠിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് PSCക്ക് പഠിക്കുന്നു എന്ന് പറയുന്നത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി പറയുന്ന ഒരു പദമാണ്. കാര്യം ഞങ്ങളുടെയൊക്കെ സമയത്ത് SSLC തോറ്റു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ തിരിഞ്ഞു പഠിക്കുക എന്ന് പറയും. അതായത് SSLC തോറ്റിട്ട് ITയിലൊക്കെ പഠിക്കുന്നതിനാണ് തിരിഞ്ഞു പഠിക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ ഇവര് PSCക്ക് പഠിക്കുക എന്ന് പറയുമ്പോൾ ഒന്നും പഠിക്കാതിരിക്കുന്നതിനാണ് PSCക്ക് പഠിക്കുക എന്ന് പറയുന്നത്.
ഈ 30 വയസ്സ് 35 വയസ്സ് വരെ PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാതെ ഇവരൊന്നും ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതും വളരെ അടിയന്തരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നമ്മളെ കുട്ടികളെ പഠിത്തത്തോടൊപ്പം 18 വയസ്സായ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ 17 വയസ്സായ ഒരു കുട്ടിക്ക് ഗവൺമെന്റില് 15 ദിവസമെങ്കിലും, ഒരു മാസമെങ്കിലും അല്ലെങ്കിൽ 15 ദിവസമെങ്കിലും ഇന്റേൺഷിപ്പ് കൊടുക്കണം. നമ്മൾ മെഡിക്കൽ വിദ്യാർത്ഥികൾക്കെല്ലാം നമ്മൾ ഇന്റേൺഷിപ്പ് കൊടുക്കുന്നുണ്ട് ആശുപത്രിയിൽ. അപ്പോ അവർക്ക് ഇത് പണ്ട് തൊട്ടേയുള്ള ഒരു സംവിധാനമാണ്. പക്ഷെ മറ്റ് ഡിഗ്രികൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഇന്റേൺഷിപ്പിന്റെ ഒന്നും ആവശ്യമില്ല. കാര്യം ഗവൺമെന്റിന് അവരുടെ സർവീസ് ആവശ്യമില്ല. ശരിക്കും അങ്ങനെയാണോ? ഇവരുടെ സർവീസ് നമ്മൾ ഡിഗ്രി വരെ അല്ലെങ്കിൽ MA വരെ ഒരു കുട്ടിയെ നമ്മൾ പഠിപ്പിക്കുമ്പോഴത്തേക്ക് 20 വർഷം പഠിപ്പിക്കുമ്പോഴത്തേക്ക് ആ കുട്ടിയിൽ നിന്ന് നമ്മൾ 20 ദിവസമെങ്കിലും നമ്മളെ ഗവൺമെന്റിന് ഉപയോഗപ്രദമായ രീതിയിൽ എന്തുകൊണ്ട് ഗവൺമെന്റ് ഉപയോഗിക്കുന്നില്ല? അത് അവരിൽ അച്ചടക്കം വളർത്തും, അവർക്ക് അതിനകത്ത് അവരുടെ സ്കില്ല് വളർത്തും, അവരെ നല്ല പൗരന്മാരായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. സ്കൂളിൽ നിന്ന് കിട്ടുന്നതിൽ കഴിഞ്ഞിട്ട് ഒരു ഇന്റേൺഷിപ്പ്, ഒരു മാസമെങ്കിലും അവർക്കൊരു ഇന്റേൺഷിപ്പ് ഗവൺമെന്റിലോ ഏതെങ്കിലും നല്ല ഒരു റെപ്യൂട്ടഡ് സ്ഥാപനത്തിലോ കിട്ടിയിരുന്നെങ്കിൽ ഇവരിൽ പലരും വഴിപിഴച്ചു പോയില്ലായിരുന്നു. ഇപ്പൊ നമ്മളെ കൺസേൺ, ഇപ്പൊ മുമ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസവും തൊഴിലും 2 വകുപ്പുകളായിരുന്നു. ഇപ്പൊ രണ്ടും ഒരു മന്ത്രിയെ തന്നെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അത് കൈകാര്യം ചെയ്യാനെന്ന് എത്രമാത്രം അറിയാമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ 2 വകുപ്പും ഭാഗ്യവശാൽ ഒരു മന്ത്രിയുടെ കയ്യിലാണ്. അപ്പോൾ നൈപുണ്യ വികസനം നമ്മൾ സ്കൂളിൽ നിന്ന് തന്നെ തുടങ്ങണം. അത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ 15 ദിവസം കുട്ടികൾ ജോലി ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്കൊന്നും സംഭവിക്കത്തില്ല, ഗവൺമെന്റിനൊന്നും സംഭവിക്കത്തില്ല, നമ്മുടെ അധ്യാപകർക്കൊന്നും സംഭവിക്കത്തില്ല, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കൊന്നും സംഭവിക്കത്തില്ല. കാര്യം അവരുടെ മക്കൾക്ക് തന്നെ ഗവൺമെന്റിൽ എന്താണ് നടക്കുന്നത്, ഓഫീസിൽ എന്താണ് നടക്കുന്നത്, അതെങ്ങനെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് അവർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോ ഈ കാര്യം ഇപ്പൊ പറയാൻ കാരണം, ഈ തുടർ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് പലരും എന്നെ കൺസൾട്ട് ചെയ്യാൻ വരാറുണ്ട്. ഇപ്പൊ ഇവരുടെ അടുത്തൊക്കെ നമ്മള് ഫാമിലി ഹിസ്റ്ററി, പിന്നെ പെരുമാറ്റ രീതികളൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോഴത്തേക്ക്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോഴത്തേക്ക് കുട്ടിയുടെ ഒരു ദിവസം റൊട്ടീനെ പറ്റി ചോദിക്കും. പ്രത്യേകിച്ച് ആൺകുട്ടികളാണ് നമ്മുടെ അടുത്ത് വരുന്നതിൽ കൂടുതൽ. ചോദിക്കുമ്പോഴത്തേക്ക് സാധാരണഗതിയിൽ 10 മണി 11 മണിക്ക് അവരൊക്കെ എണീക്കും. ഇവര് വീട്ടില് ഒരു ജോലിയും ചെയ്യുന്നില്ല എന്ന് അമ്മ തീർച്ചയായിട്ടും ഉറപ്പാക്കും. അതായത് ഗേറ്റിന്റെ അവിടെ കിടക്കുന്ന പത്രം ഒന്ന് എടുത്തുകൊണ്ട് വരണമെങ്കിൽ പോലും മകനെ അവര് അതിനു വേണ്ടിയിട്ട് മെനക്കെടുത്താറില്ല, അമ്മ പോയി എടുത്തുകൊണ്ട് വരും. പാല് വീട്ടിൽ ആവശ്യമുള്ള എന്തെങ്കിലും ഒരു സാധനം മേടിക്കാൻ രാവിലെയോ വൈകുന്നേരം ഒന്നും കുട്ടികൾ അയക്കാറില്ല. വീട്ടിലുള്ള ഒരു ആക്ടിവിറ്റിയിലും ആൺകുട്ടികളെ അവര് ഒന്നിനും പങ്കെടുപ്പിക്കാറില്ല. അവര് മൊത്തത്തിൽ ഫ്രീ ആയിട്ട് വിട്ടേക്കുക. ഇപ്പൊ ഇവരുടെ അടുത്ത് എന്തെങ്കിലും വർക്ക് പറയുമ്പോഴത്തേക്ക് അവർ പെട്ടെന്ന് ഷൗട്ട് ചെയ്യും, ദേഷ്യപ്പെടും. അപ്പൊ അമ്മമാർക്ക് പേടിയാവും, ഒരു മിണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഇങ്ങനെ വരുന്ന കുട്ടികള് അവര് ക്രിമിനൽ വൽക്കരിക്കപ്പെടുകയും ഈ ഇൻട്രോവർട്ട് എന്ന് നമ്മൾ കാണുന്ന കുട്ടികളെ ക്രിമിനലൈസ്ഡ് ആയി പോകുന്നു. ഇവർ കുറ്റകൃത്യങ്ങളിലോട്ട് ചെന്ന് ചാടുന്നുണ്ട്. പ്രത്യേകിച്ച് വൈറ്റ് കോളർ കുറ്റകൃത്യങ്ങളിലോട്ട് പോകുന്നുണ്ട്. കഞ്ചാവ് പോലുള്ള മറ്റു കാര്യങ്ങളിലോട്ട് ചെന്ന് ചാടുന്നുണ്ട്. അവർക്ക് ഒരുപാട് പ്രൈവസി ആവശ്യമാണ്. പ്രത്യേകിച്ചും കുട്ടികൾ മൊബൈലും ലാപ്ടോപ്പും ഒക്കെ ഉപയോഗിക്കുന്നത് അവരെ മുറിയിൽ വെച്ചിട്ട് വളരെ രഹസ്യ സ്വഭാവത്തിലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്രയും വലിയ ഒരു രഹസ്യ സ്വഭാവം ഈ ഒരു ഏജിൽ 17, 18, 19 വയസ്സിനകത്ത് 15, 15നും 19-നകത്ത് ഈ കുട്ടികൾക്ക് ഒരുപാട് പ്രൈവസി നമ്മൾ അനുഭവിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയും പ്രൈവസി ഇവർക്ക് ആവശ്യമില്ല. ഈ പ്രൈവസി അവർക്ക് കിട്ടുന്നത് അവർ തീർച്ചയായിട്ടും ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഈ വന്ന് കാണുന്നതിൽ നമ്മുടെ ക്രൈം ഏജ് കുറഞ്ഞു വരികയാണ്. നേരത്തെ 30, 35 ഇടയ്ക്കുള്ളവരാണ് കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അത് 17, 18, 19 ഒക്കെ ആയി. എനിക്ക് തോന്നുന്നത് ജുവനൈൽ ജസ്റ്റിസ് ഹോമുകൾ ഇനി ഒരു 10-100 കൂടെ അടുത്ത ഒരു 10 വർഷത്തിനിടയ്ക്ക് നമുക്ക് തുറക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. കാര്യം ഈ വരുന്ന കുട്ടികളെല്ലാം ജുവനൈൽ ഏജിന് താഴെ വരുന്നതാണ്. അതായത് 18 വയസ്സിന് താഴെ വരുന്ന കുട്ടികളാണ്. ഇവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ നമ്മൾ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ചിട്ട് വേണം നമ്മൾ ട്രയൽ ചെയ്യാൻ. ഇവർക്ക് ആ രീതിയിൽ വേണം ഇവരെ ട്രീറ്റ് ചെയ്യാൻ. അതിനു വേണ്ടിയിട്ട് ജുവനൈൽ ജസ്റ്റിസ് ഹോമുകൾ, കെയർ ഹോമുകൾ പ്രത്യേകിച്ച് നമ്മൾ നിർമ്മിക്കണം. ഇപ്പൊ ഈ കുട്ടികളിൽ വളർന്നു വരുന്ന, പ്രത്യേകിച്ചും 18 വയസ്സിന് താഴെയും എന്നാൽ
ടീൻസ് എന്ന് പറയുന്നത് 18-നും 20-നും ഇടയ്ക്കുള്ള ഏജും കൂടെ നമ്മൾ ഒരുമിച്ച് വേണം കണക്കൂട്ടാൻ. അതായത് 22-നും 14-നും 22-നും ഇടയ്ക്കുള്ള ഏജ് നമ്മൾ ഏകദേശം ഒരുപോലെയാണ് കണക്കൂട്ടേണ്ടത്. കാര്യം അവരുടെ വികസനത്തിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ പൗരുഷ വികസന സമയമാണ്. അപ്പോ ആ സമയത്ത് അവർ കാണിക്കുന്ന വൈകാരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അവരുടെ വൈകാരികമായിട്ടുള്ള വിശേഷതകളും നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. അവരെ കൂടുതൽ എൻഗേജ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഒരു രീതി. അവർ പഠിക്കുന്നില്ല, ഇപ്പൊ 2 മാസം വെക്കേഷനാണ്, ഒരു ജോലിയും ചെയ്തില്ല, വെറുതെ ഇരിക്കുക, പറയാ ഞങ്ങൾ 10 മാസം പഠിച്ചതിന്റെ ക്ഷീണം തീർക്കുക എന്ന് വെച്ച്. എന്നാ 10 മാസം ജോലി ചെയ്യുന്ന അച്ഛനും അമ്മയും 2 മാസം വീട്ടിൽ നിന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ട്, അതില്ല. ഇപ്പൊ 10 മാസം പഠിച്ചു പോയതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി 2 മാസം വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന കുട്ടികൾ. ഇതൊക്കെ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു തെളിവോടെയാണ് പറയുന്നത്. ഈ പരീക്ഷകളിലും മാർക്കിലും നാഷണൽ ലെവൽ എക്സാമിനേഷനിലും ഒക്കെ നമ്മുടെ ആൺകുട്ടികൾ പുറകോട്ട് പോകുന്നതിന്റെ മൂലകാരണങ്ങളെ പറ്റിയിട്ടാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ അവസ്ഥ അനുസരിച്ചിട്ട് അച്ഛന്മാര് പലരും ഇന്ത്യക്ക് വെളിയിൽ ജോലി ചെയ്യുന്നവരാണ്. അപ്പം അമ്മയും ആൺമക്കളും ഒക്കെയാണ് വീട്ടിലുണ്ടാവാറ്. അപ്പോൾ ഇത് അവർക്ക് കുറ്റകൃത്യങ്ങൾക്ക് അമ്മയ്ക്ക് പുറത്ത് മകനെ ട്രാക്ക് ചെയ്യുന്നതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. ഇതെല്ലാം അവർക്ക് വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിലെ ഉള്ള ഒരു അവസ്ഥ, കേരളത്തിന് വെളിയിലുള്ള ആൺകുട്ടികളെക്കാളും വളരെ വ്യത്യസ്തമായ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ആൺകുട്ടികളോട്ട് പോകുന്നത്. അവർക്ക് പ്രത്യേക കെയർ കൊടുക്കണം. ഗവൺമെന്റും അധികാരികളും പോലീസും ഇത്തരക്കാരിലെ വളരെ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. അവരെ കൂടുതലും നമ്മുടെ സൈക്കോളജിയിൽ ഒരു ടൈം പറയാറുണ്ട്, ഒക്കുപേഷണൽ തെറാപ്പി എന്നൊരു ടൈം ഉപയോഗിച്ച് കാണാറുണ്ട്. അപ്പോ ആ ഒക്കുപേഷണൽ തെറാപ്പിയുടെ ബേസിക് തന്നെ അലസമായിട്ടിരിക്കുന്ന മനസ്സ് കൂടുതൽ രോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികളുടെ മനസ്സ് മാത്രമല്ല ശരീരവും കൂടുതൽ എക്സസൈസും എൻഗേജ്മെന്റും ഇല്ലാതിരിക്കുന്ന സമയമാണ് അവർക്ക് കുറ്റകൃത്യങ്ങളിലോട്ട് കൂടുതൽ ആഴ്ന്നിറങ്ങാനുള്ള സമയം. അപ്പോൾ ഈ ഒക്കുപേഷണൽ തെറാപ്പി എന്ന് അതൊരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ സമൂഹത്തിൽ 10-15 വയസ്സായ എല്ലാ പേർക്കും ഈ ഒക്കുപേഷണൽ തെറാപ്പിയുടെ ചെറിയ ആവശ്യകതയുണ്ട്. പണ്ടൊക്കെ വീടുകളിലെ ഓരോ കാര്യങ്ങൾക്കും ഇടയ്ക്ക് നമുക്ക് കുട്ടികളെ നമ്മൾ അതിനകത്ത് എൻഗേജ് ചെയ്യുമായിരുന്നു. അപ്പോഴത്തേക്ക് അവർക്ക് അത് വളരാനും വികസിക്കാനുള്ള ഒരു എറീന ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ അവർ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിവാക്കി നിർത്തുകയും അല്ലെങ്കിൽ അവരതിൽ നിന്ന് ഒഴിവായി നിൽക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് അവർ മറ്റ് ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസിലോട്ട് കടക്കാതിരിക്കാൻ നോക്കേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ ബാധ്യതയാണ്. അതിനകത്ത് പോലീസും രക്ഷകർത്താക്കളും അധ്യാപകരും ഗവൺമെന്റും ഏക മനസ്സോടെ നമ്മൾ ഇവരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവർ നമ്മളെ കൈവിട്ടു പോകും. നന്ദി, നമസ്കാരം.